നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 176. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം ഭാഗം 176. ഇപ്പോൾ ദ്വിതീയ സ്കന്ധത്തിൽ 7-ാം അധ്യായത്തിൽ 23-ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. അസ്മൽ പ്രസാദ സുമുഖ കലയാ കലേശ ഇക്ഷ്വാകുവംശ അവതീര്യ ഗുരോർനിദേശേ തിഷ്ടൻ വനം സദയിതാനുജാ വിവേശായസ്മിൻ വിരുദ്ധ്യ ദശകന്ധര ആർത്തിമാർച്ചത്. അസ്മൽ പ്രസാദ സുമുഖ കലയാ കലേശാം ഇക്ഷ്വാകുവംശ അവതീര്യ ഗുരോർനിദേശേ തിഷ്ടൻ വനം സദയിതാനുജാ വിവേശ യസ്മിൻ വിരുദ്ധ്യ ദശകന്ധര ആർത്തിമാർച്ചത്. ഇവിടെ ഇതിന് വാക്കാർത്ഥം പറയുമ്പോൾ ഞങ്ങൾക്ക് പ്രസാദത്തെ നൽകുന്നതിൽ സുമുഖനായ മായയുടെ നാഥൻ, അതായത് ശ്രീഹരി, മായയുടെ നാഥൻ അംശത്തോടുകൂടി ഇക്ഷ്വാകു വംശത്തിൽ അവതരിച്ചിട്ട് ഗുരുവിൻ്റെ നിദേശത്തിൽ, അതായത് നിർദ്ദേശത്തിൽ നിന്ന് മലയാളം, സ്ഥിതനായിട്ട് ദൈതയോടും അനുജനോടും കൂടിയവനായിട്ട്, ദൈത എന്ന് പറഞ്ഞാൽ ഭാര്യയോടും അനുജനോടും കൂടിയവനായിട്ട്, അതായത് ശ്രീരാമൻ സീത ലക്ഷ്മണൻ കൂടിയവനായിട്ട് വനത്തെ പ്രവേശിച്ചു. രാവണൻ യാതൊരുവനിൽ വിരോധത്തെ ചെയ്തിട്ട് ദുഃഖത്തെ പ്രാപിച്ചു. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ആരോടാണ് നമ്മൾ വിരോധം കാണിക്കണത്? ആ വിരോധം കാണിച്ചിട്ടുണ്ടെങ്കിൽ വിരോധം കാണിച്ചവർക്കാണ് നാശം ഉണ്ടാവുക. പ്രത്യേകിച്ച് ഈശ്വരനിൽ നിന്ദ പുലർത്തിയാൽ ഈശ്വരനല്ല നശിക്കുക. ആരാണ് ഈശ്വരനെ നിന്ദിച്ചത് അവരാണ് നശിക്കുക. ഈ ഒരു കാര്യം മനസ്സിലാക്കാതെ കണ്ടാണ് നമ്മൾ ബഹുഭൂരിപക്ഷം സഹോദരന്മാരും സനാതനധർമ്മത്തിൻ്റെ ഗരിമ മനസ്സിലാക്കാതെ കണ്ട് സ്വയം അപഹാസ്യപ്പെടണം. വളരെ ഗൗരവമുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ഭാവാർത്ഥം നോക്കിക്കോളൂ. എന്താ ഭാവാർത്ഥം? ശ്രീരാമാവതാരത്തെ പറയുന്നു, ശ്രീരാമരുടെ അവതാരത്തെ പറയുന്നു. ഭൂഭാരം തീർക്കണമെന്ന് അപേക്ഷിച്ച ഞങ്ങളുടെ നേരെ അനുഗ്രഹത്തെ പ്രകാശിപ്പിച്ച ഭഗവാൻ ശ്രീഹരി തൻ്റെ അംശഭൂതന്മാരായ ഭരതാദികളോടുകൂടെ ഇക്ഷ്വാകു വംശത്തിൽ അവതരിച്ചു. പിതാവായ ദശരഥൻ്റെ ആജ്ഞയെ പരിപാലിക്കുന്നവനായിട്ട് ഭാര്യയായ സീതയോടും അനുജനായ ലക്ഷ്മണനോടും കൂടെ വനത്തിൽ ചെന്നു. ആ ഭഗവാന്റെ നേരെ വിരോധം പ്രകാശിപ്പിച്ച രാവണൻ നാശത്തെ പ്രാപിക്കുകയും ചെയ്തു. ഇത് നമ്മുടെ സ്മൃതിപഥത്തിൽ ഉണ്ടായിരിക്കണം, എന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അടുത്ത ശ്ലോകം നോക്കിക്കോളൂ. യസ്മാ അദാദുധതിരൂഢഭയാംഗവേപോ മാർഗം സബദ്യരുപുരം ഹരവദ്ദിദക്ഷോ ദൂരെ സുഹൃന്മതിതരോഷസുശോണ ദൃഷ്ട്യാം താതപ്യമാനമകരോരുഗനക്രചക്രാം. ഓരോ ശ്ലോകത്തിൽ ഓരോ കഥയാണ് പറഞ്ഞത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. യസ്മാ അദാദുധതിരൂഢഭയാംഗവേപോ മാർഗം സബദ്യരുപുരം ഹരവദ്ദിദക്ഷോ ദൂരെ സുഹൃൻ മതിതരോഷസുരേഷോ ശുശോണ ദൃഷ്ട്യാ താതപ്യമാനമകരോരഗനക്രചക്രാം. പറയണു, പരമശിവനെ പോലെ ശത്രുവിൻ്റെ രാജ്യത്തെ ദഹിപ്പിക്കുവാൻ ഇച്ഛിക്കുന്നവൻ്റെ
സുഹൃത്ത് ദൂരത്തായതുകൊണ്ടുള്ള രോഷത്താൽ ഏറ്റവും ചുവന്നിരിക്കുന്ന ദൃഷ്ടി കൊണ്ട്. എന്തിനാ ചുവന്ന ദൃഷ്ടി എന്ന് പറയുക? ക്രോധാകാരത്തിലിരിക്കുമ്പോൾ അല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് ചുവന്നിരിക്കുന്ന ദൃഷ്ടി കൊണ്ട് ഏറ്റവും തപിക്കപ്പെടുന്ന മകരങ്ങൾ, സർപ്പങ്ങൾ, മുതലകൾ ഇവയുടെ സമൂഹത്തോടുകൂടിയും ഉത്ഭവിച്ച ഭയത്താൽ അംഗങ്ങളിൽ വിറയലോടുകൂടിയവനുമായ. അംഗങ്ങളിൽ വിറയലെന്ന കൈകാലൊക്കെ പറിക്കാൻ തുടങ്ങുന്ന ആൾക്കാർക്ക് ക്രോധത്തിന് അടിമയായാൽ അപ്പോൾ ആർക്കാ നാശം? നമുക്ക് തന്നെ. അതുകൊണ്ടാണ് ക്രോധത്തിന് അടിമയാവാൻ പാടില്ല, ക്രോധാകാരത്തിലേക്ക് എത്താൻ പാടില്ല. അതുകൊണ്ട് സമുദ്രം യാതൊരുവനായിക്കൊണ്ട് മാർഗത്തെ വേഗത്തിൽ ദാനം ചെയ്തു. അങ്ങനെയാണ് പറഞ്ഞത്. വേഗത്തിൽ, അതായത് സമുദ്രം ശ്രീരാമനെ വഴി കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ പരമശിവനെന്ന പോലെ ശത്രുപുരത്തെ ദഹിപ്പിക്കുവാൻ ഇച്ഛിച്ചിരിക്കുന്ന ശ്രീരാമൻ ദൂരത്തിലിരിക്കുന്ന ലങ്കയിൽ സീതയെക്കുറിച്ചുള്ള വിചാരം നിമിത്തമുണ്ടായ കോപത്താൽ തുടുത്തിരിക്കുന്ന കണ്ണുകൾ കൊണ്ടുള്ള നോട്ടത്താൽ ഭയപ്പെട്ട് വിറച്ചും ഏറ്റവും തപിച്ചിരിക്കുന്ന അന്തർഭാഗത്തുള്ള മകരമത്സ്യങ്ങൾ, ആരുടെ? വരുണൻ്റെ, സമുദ്രത്തിൻ്റെ, സർപ്പങ്ങൾ മുതലകൾ എന്നിവയോടുകൂടിയവനുമായ സമുദ്രരാജൻ ഉടനെ ആ ഭഗവാന് വഴി വിട്ടുകൊടുത്തു. കൊണ്ടുവാ ലക്ഷ്മണ വില്ലും ശരങ്ങളും രാമായണത്തിലെ ഒരു പ്രസക്ത ശ്ലോകമാണ്. കൊണ്ടുവാ ലക്ഷ്മണ വില്ലും ശരങ്ങളും. സാഗരം എന്നുള്ള പേര് ഞാൻ നശിപ്പിക്കും. അതായത് മരുഭൂമിയൊക്കെ എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് വരുണൻ നമസ്കരിച്ച് വരുന്നത്. അങ്ങ് തന്നെയല്ലേ എനിക്ക് ഈ ഒരു ഗഹനത ഉണ്ടാക്കി തന്നിട്ടുള്ളത്, എന്നിട്ട് അങ്ങനെ എന്നെ നാമാവശേഷമാക്കാൻ പാടുമോ എന്ന് ചോദിക്കുന്നുണ്ട് മനസ്സിലെ. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കൂ, 25. വക്ഷസ്ഥലസ്പർശ വർഷ രുഗ്നമഹേന്ദ്രവാഹദന്തൈർവിഡംബിതകുകുബ്ജുടയീടഹാസം സദ്യോ അസുഭി സഹ വിനേഷദിതാരഹർത്തൂർ വിസ്ഫൂർജിതൈർധനുഷ ഉച്ചരതോ അതിസൈന്യേ. എന്താ പറഞ്ഞത്? വക്ഷസ്ഥലസ്പർശ രുഗ്നമഹേന്ദ്രവാഹ ദന്തൈർവിഡംബിത കുകുബ്ജുഷ ഊഢഹാസം സദ്യോ അസുഭി സഹ വിനേഷദിതാരഹർത്തൂർ വിസ്ഫൂർജിതൈർധനുഷ ഉച്ചരതോ അതിസൈന്യേ. സ്ഥലസ്പർശ അപ്പോൾ പറയണു മാറിടത്തിൽ തട്ടി മുറിഞ്ഞ ഐരാവത ദന്തങ്ങളാൽ. അതായത് ഇന്ദ്രനോട് യുദ്ധം ചെയ്യുമ്പോൾ ഇന്ദ്രൻ എവിടെ ഇരുന്നിട്ടാണ് യുദ്ധം ചെയ്യുക? ഐരാവതത്തിൻ്റെ മുകളിൽ. ഐരാവത ആരാ? നാൽക്കൊമ്പനാന. അപ്പോൾ ഇന്ദ്രന് എതിരായിട്ട് യുദ്ധം ചെയ്യുന്ന ആൾക്ക് ഈ ഐരാവതത്തിൻ്റെ കൊമ്പ് കൊണ്ട് മുറിപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് മാറിടത്തിൽ തട്ടി മുറിഞ്ഞ ഐരാവത ദന്തങ്ങളാൽ അനുകരിക്കപ്പെട്ട ദിക്കുകളെ പാലിക്കുന്നവനും ഭാര്യാപഹാരിയും സൈന്യമധ്യത്തിൽ സഞ്ചരിക്കുന്നവനുമായ അവൻ്റെ അധികരിച്ച ഗർവത്തെ പ്രാണങ്ങളോടുകൂടെ വില്ലിൻ്റെ ഢങ്കാര ശബ്ദങ്ങളാൽ നശിപ്പിക്കും. ശ്രീരാമൻ്റെ ഞാണിൽ നിന്ന് വരുന്ന ഢങ്കാരം രാവണനെ കിടുകിട പറപ്പിച്ചു എന്നാണ് ഇതിൻ്റെ എന്താണെന്ന് പറയുക ഭാഷ കൗതുകം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥാണ് അവിടെ പറയുന്നത്. എന്താ പറയുന്നത്? യുദ്ധത്തിൽ രാവണൻ്റെ മാറിടത്തിൽ മുറിഞ്ഞുപോയ ഇന്ദ്രവാഹനമായ ഐരാവതത്തിൻ്റെ കൊമ്പുകളുടെ ഖണ്ഡങ്ങൾ അവിടെ കിടക്കുന്നത് കൊണ്ട് വെളുത്ത നിറത്തോടു കൂടിയ ദിക്കുകളെ പരിപാലിക്കുന്നവനും തൻ്റെ ഭാര്യയായ സീതയെ അപഹരിച്ചവനും തൻ്റെയും ശത്രുക്കളുടെയും സൈന്യങ്ങളുടെ മധ്യത്തിൽ സഞ്ചരിക്കുന്നവനുമായ ലങ്കാധിപതിയുടെ എനിക്ക് സമനായിട്ട് ആരുമില്ലെന്നുള്ള ഗർവത്തെ പ്രകാശിപ്പിക്കുന്ന ഹാസ്യത്തെ, അതായത് എനിക്ക് എതിരായിട്ട് ആരുമില്ല എന്ന് പറയണത് തന്നെ ഒരു അപഹാസ്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്
പ്രാണങ്ങളോടുകൂടെ വില്ലിൻ്റെ ഡങ്കാര ശബ്ദങ്ങളാൽ ഉടനെ നശിപ്പിക്കും. ഇതൊക്കെ ഫ്യൂച്ചർ ടെൻസാണ് പറയണത്. ഭാവി കാലം, വരാൻ പോകുന്ന കാലത്തെ കാര്യങ്ങളാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അതിൻ്റെ ശേഷം എന്താ പറഞ്ഞത്? 26-ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. ഭൂമീസുരേതരവരൂധവിമർദ്ദിതായ ക്ലേശവ്യയായ കലയാസിത കൃഷ്ണകേശാം ജാതകരിഷ്യതി ജനാനുബലക്ഷ്യമാർഗ കർമാണി ച ആത്മമഹിമോപനിബിന്ദനാനി. ഭൂമീസുരേതരവരൂധവിമർദ്ദിതായ ക്ലേശവ്യയായ കലയാസിത കൃഷ്ണകേശാം ജാതകരിഷ്യതി ജനാനുബലക്ഷ്യമാർഗ കർമാണി ച ആത്മമഹിമോപനിബന്ധനാനി. എന്താ പറഞ്ഞത്? അസുര സൈന്യത്താൽ ഉപദ്രവിക്കപ്പെട്ട, അതായത് ദേവതമാർക്കൊക്കെ ആരാ എന്താണെന്നാ പറയുക, പ്രതിബദ്ധത ഉണ്ടാക്കുന്നത്? അസുര സൈന്യത്താൽ ഉപദ്രവിക്കപ്പെട്ട ഭൂമിയുടെ ക്ലേശത്തെ തീർക്കാനായിക്കൊണ്ട് ഈ ഭഗവാൻ അവതാരം ചെയ്യണതൊക്കെ രാക്ഷസീയ ബുദ്ധികളെ ഇല്ലായ്മ ചെയ്യാനാണ്, അല്ലെങ്കിൽ ആസുരീയ പ്രവൃത്തികളെ ഉന്മൂലനാശനം ചെയ്ത് സജ്ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ക്ലേശത്തെ തീർക്കാനായിക്കൊണ്ട് അംശം കൊണ്ട് കറുത്തും വെളുത്തുമിരിക്കുന്ന തലമുടിയോടുകൂടിയവനും ജനങ്ങളാൽ അറിയപ്പെടുവാൻ കഴിയാത്ത വഴിയോടുകൂടിയവനുമായ ഭഗവാന്റെ വഴി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഒന്നാമത് ഭഗവാൻ അരൂപിയാണ്. എങ്ങനെ വരണു എങ്ങനെ പോണു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവതരിച്ചിട്ട് തൻ്റെ മഹിമയെ സൂചിപ്പിക്കുന്ന കർമ്മങ്ങളെ ചെയ്യും. ഈശ്വരൻ്റെ ഡിവൈൻ എന്താണെന്നാ പറയുക, ദൈവിക പരിവേഷമുള്ള കർമ്മങ്ങളാണ് ചെയ്യുക. അത് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. അസുരാംശങ്ങളിൽ നിന്ന് ജനിച്ച രാജാക്കന്മാരുടെ സംഘങ്ങളാൽ ദുഃഖിക്കുന്ന ഭൂമിദേവി. എല്ലാ രാജാക്കന്മാരും അസുരാംശജന്മാരല്ല. തമോ ഗുണം രജോ ഗുണമുള്ളവർ. രാജാക്കന്മാരിൽ സാത്വിക ഗുണമുള്ള ആൾക്കാരുണ്ട്. അംബരീഷ ചക്രവർത്തിനെ മാതിരിയുള്ളവർ. അവരെ കൊണ്ട് ഭൂമിദേവിക്ക് ഭാരം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഭൂമിയുടെ ക്ലേശങ്ങളെ തീർപ്പാനായിക്കൊണ്ട് വെളുത്തും കറുത്തും ഇരിക്കുന്ന തലമുടിയോടുകൂടിയും ജനങ്ങളാൽ അറിയപ്പെടുവാൻ കഴിയാത്ത, എന്നിട്ടാണ് നമ്മൾ പറയുന്നത് എനിക്ക് ഈശ്വരനെ പറ്റിയൊക്കെ അറിയുന്നത്. അതൊരു വിഡ്ഢിത്തരാണ്. മാർഗത്തോടുകൂടിയവനുമായ ആ ഭഗവാൻ ബലരാമനോടുകൂടെ കൃഷ്ണനായി അവതരിച്ചിട്ട് തൻ്റെ മഹിമയെ പ്രകാശിപ്പിക്കുന്ന കർമ്മങ്ങളെ ചെയ്യും. തൻ്റെ മഹിമയെ കീർത്തിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന പറഞ്ഞത്. അപ്പോൾ അതിൽ പറയുന്നു സിതകൃഷ്ണകേശ എന്ന വിശേഷണം ഉജ്ജഹാരാത്മന കേശോ സിതകൃഷ്ണോ മഹാമുനെ എന്ന് വിഷ്ണു പുരാണത്തിലും സച അഭി കേശോ ഹരിരുജ്ജഘ്രേ ശുക്ലമേകപരമം ച അഭികൃഷ്ണം തൗ ച അഭികേശവാവിശേഷ്ടാം യദൂനാം കുലേ സ്ത്രീയോ രോഹിണീം ദേവകീം ച തയോരേകാ ബലഭദ്രോ ബഭുവ യോ അസോ ശ്വേതസ്തസ്യ ദേവസ്യ കേശ കൃഷ്ണോ ദ്വിതീയകേശവ സംബഭൂവ കേശോ യോസോ വർണ്ണത കൃഷ്ണ ഉത്ത എന്ന് ഭാരതത്തിലും, അതായത് ആദിപർവത്തിൽ റെഫറൻസ് തന്നിട്ടുണ്ട് ഇവിടെ, ഉള്ള ആഖ്യാനങ്ങളെ സംഗ്രഹിച്ചിരിക്കുന്നു. ഭൂഭാര ശമനം ഭഗവാന് തൃണവത് ക്ലേശരഹിതമാണെന്നും പുല്ലാണെന്നാണ് പറഞ്ഞത്. ഭഗവാന് പുല്ലാണ്. ഏത്? ഈ ആസുരീയ പ്രകൃതികളുടെ ക്ലേശഭൂയിഷ്ഠമായിട്ടുള്ള രാജഭരണങ്ങൾ. അപ്പോൾ പറഞ്ഞു ക്ലേശരഹിതമാണെന്നും തൻ്റെ 2 രോമങ്ങൾ അതിന് സമർത്ഥമെന്നും. ഇതൊക്കെ വളരെ ഗാഢമായി ചിന്തിക്കണം. ഭഗവാന്റെ 2 രോമങ്ങളുടെ ബലേ ഉള്ളൂ ഈ ആസുരീയ പ്രകൃതികളുടെ പിന്നെന്താ പറയുക, മൽപ്പിടുത്തം അല്ലെങ്കിൽ മസിൽ പവർ.
അപ്പോൾ സമർത്ഥമെന്നും ദ്യോതിപ്പിക്കുന്നു. തൻ്റെ 2 രോമങ്ങൾ അതിന് സമർത്ഥമെന്നും ദ്യോതിപ്പിക്കുന്നു. ശ്രീധരീയം ആലംബം. ശ്രീധരീയം എന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ ആഖ്യാനം അതേപോലെയുള്ള ഒന്നാണ് ശ്രീധരീയം എന്നുള്ളത്. ആ ശ്രീധരീയം ആലംബം. കൂടാതെ സിതകൃഷ്ണ ക ഈശ, ശിവൻ വിഷ്ണു ബ്രഹ്മാവ് എന്നിവർക്കും ഈശൻ ശ്രീനാരായണൻ എന്നാവാം. സി ധാതുവിന് ബന്ധിക്കുക എന്നർത്ഥം. കലയാ സിത എന്ന് അന്വയിച്ചാൽ അംശാവതാരത്തോട് ചേർന്ന് ബലരാമസഹിതനായ കൃഷ്ണനായി ഭഗവാൻ സ്വയം അവതരിച്ചു എന്നുമാവാം. ഇതൊക്കെ വേദാന്തപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്നും നമുക്ക് നോക്കണ്ട. നമുക്ക് എന്താ നോക്കണ്ടോ? സ്വാത്വിക ഭക്തി ഉണ്ടോ? തൻ്റെ ഉള്ളിലുള്ള ചൈതന്യത്തിനെ നമ്മൾക്ക് കാണാൻ സാധിച്ചോ? നമ്മൾ രക്ഷപ്പെട്ടു. തൻ്റെ ഉള്ളിലുള്ള ചൈതന്യത്തിനെ മാനിക്കണം. അല്ലാതെ കണ്ട് പറഞ്ഞ ശൈലിയെ സംഗതികളുടെ ഗൗരവം മനസ്സിലാക്കിയാൽ ഇതൊക്കെ നല്ലതാണ്. അല്ലെങ്കിൽ അപഹാസ്യം. 27ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. തോകേന ജീവഹരണം യദുലൂകികായാസ്ത്രൈമാസികസ്യ ച പദാ ശകടോപവൃത്ത യദ്രിംഗദാന്തരഗതേന ഇതരഥ. ഒരു മിനിറ്റ് കേട്ടോ. തോകേന ശകടോപവൃത്ത റിംഗത എന്നാണ്. യത് റിംഗത. തെറ്റി വായിച്ചിട്ട് എന്താ കാര്യം? തള്ളാൻ വയ്യ എനിക്ക്. കാരണം ഞാൻ ആദ്യം തന്നെ ആചാര്യനായ ആളാണ്. ഞാൻ ഈ പ്രഭാഷണം ഈസ് മൈ ഫോർട്ട്. അപ്പോൾ എന്നെ 2001 ആദ്യം തന്നെ എൻ്റെ ഗുരുനാഥൻ പിടിച്ചിരുത്താണ് ആചാര്യൻ. ശരി. അപ്പോൾ എനിക്ക് മറ്റുള്ളവരെ പോലെ വായിച്ചിട്ടുള്ള പരിചയമില്ല, ഉള്ളത് പറയാമല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ശ്രദ്ധിക്കും. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് അത് തെറ്റാണ്ട് കഴിയും. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ? റിംഗത എന്നാണ്. യത് റിംഗത. യത് റിംഗത. ഒരു മിനിറ്റ്. യത് റിംഗത. യത് റിംഗത അന്ധരഗതേന ദിവിസ്പൃശോർവാ ഉന്മൂലനം ത്വിതരഥാർജുനയോർന ഭാവ്യം. തോകേന ജീവഹരണം യദുലൂകികായാം ത്രൈമാസികസ്യ ച പദാ ശകടോപവൃത്ത യത് റിംഗദാന്തരഗതേന ദിവിസ്പൃശോർവാ ഉന്മൂലനം ത്വിതരഥാർജുനയോർന ഭാവ്യം. അപ്പോൾ പറഞ്ഞു, പിന്നെ അങ്ങനെ അല്ലെങ്കിൽ ബാലനാൽ, തോകേന എന്ന് പറഞ്ഞാൽ ബാലനാൽ പൂതനയുടെ ജീവൻ്റെ അപഹരണമോ 3 മാസം പ്രായമുള്ളവൻ്റെ കാൽ കൊണ്ട് ശകടാസുരൻ്റെ നാശമോ, റിംഗത എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്നവനാണ്, സഞ്ചരിക്കുന്നവനും മധ്യത്തിൽ പ്രവേശിച്ചവനുമായ അവനാൽ ആകാശം മുട്ടി നിൽക്കുന്ന മരുതുമരങ്ങളുടെ ഉന്മൂലനം പാടനമോ ഭവിക്കത്തക്കതല്ല. ഒരു സാധാരണ ഒരു കുട്ടിക്ക് ഒരു ഉരൽ വലിച്ച് ഉലൂകല ബന്ധനം, ഉലൂകലത്തിൽ ഉരലിൽ ബന്ധിക്കപ്പെട്ട ഒരു കുട്ടി ആകാശം മുട്ടി നിൽക്കുന്ന 2 മരുതുമരങ്ങളെ പുഴക്കിയിട്ടു എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ദൈവിക പരിവേഷത്തിൽ ഭഗവാന് 2 രോമം ഇട്ട മാതിരി ഉള്ളൂ എന്നർത്ഥം. അതാണ് ഇതിൻ്റെ ഭാവം വരുന്നത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുന്നുണ്ട്. ശ്രീകൃഷ്ണൻ ഭഗവാന്റെ അവതാരമല്ലാതിരുന്നാൽ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പൂതനാവധവും, അതത്ര 6-7 ദിവസമായിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. പൂതനാവധവും 3 മാസം പ്രായമുള്ളപ്പോൾ ശകടാസുരനെ സംഹരിച്ചതും ഉരൽ വലിച്ചുകൊണ്ട് ഇടയിൽ കൂടെ കടന്ന് മുഴങ്കാലുകളെ വലിച്ചപ്പോൾ ആകാശം മുട്ടത്തക്ക വിധം അത്ര ഉയർന്നു നിൽക്കുന്ന മരുതുമരങ്ങളെ പുഴുക്കി വീഴ്ത്തിയതും ഉണ്ടാകുവാൻ തക്ക സംഗതിയല്ല. ശ്രീകൃഷ്ണൻ്റെ അവതാരം എന്നുള്ള നിലയ്ക്ക് നമ്മൾക്ക് അത് സമ്മതിക്കാമെന്നല്ലാണ്ട് സാധാരണ കുട്ടികൾക്ക് നിന്ന് അത് സംഭവിക്കണതല്ല.
ഇനി 28-ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. യദ്വൈ വ്രജേ വ്രജപശൂൻ വിശദോയപീധാൻ പാലാംസ്ത്വജീവയദനുഗ്രഹദൃഷ്ടിവൃഷ്ട്യാ തശുദ്ധയോ ജിഹ്വം ഉച്ചാടയിഷ്യദുരകം വിഹരൻ ഹൃദിന്യാം. യദ്വൈ വ്രജേ വ്രജപശൂൻ വിശദോയപീധാൻ, അതായത് വിഷതോയപീധാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാളന്തി നദിയിൽ കൂട്ടി, അല്ല എന്താണ് പറയുക, വിഷം പ്രാപിപ്പിച്ച് വിഷം തീറ്റിയിട്ട് സാധുക്കളായ പശുക്കൾക്ക് കുടിക്കാനും അല്ലെങ്കിൽ മറ്റു ഗോപന്മാർക്ക് കുടിക്കാനും പറ്റാത്ത രീതിയിലാക്കി. ആ കാളിയൻ നടക്കുന്ന ഹൃദം, കയത്തിൻ്റെ മേലക്കൂടെ പോകുന്ന പശുപക്ഷികൾ കൂടി ആ കാളിയൻ്റെ വിഷജ്വാലകളെ കൊണ്ട് ആ ഹൃദത്തിലേക്ക് വീഴുന്ന. അവിടെ ഒരു കടമ്പ് വൃക്ഷം മാത്രമേ പച്ചയായിട്ടുള്ളൂ, ബാക്കിയൊക്കെ കരിഞ്ഞു ഈ വിഷം കൊണ്ട്. ആ കടമ്പ് വൃക്ഷം എന്താ അങ്ങനെ രക്ഷപ്പെട്ടത് വിചാരിച്ചാൽ, വിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡൻ തൻ്റെ അമ്മയുടെ ദാസിത്വം ഇല്ലായ്മ ചെയ്യാൻ ഇന്ദ്രലോകത്തിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുവന്ന പീയൂഷകുംഭം, അമൃതകുംഭം വെച്ച് റെസ്റ്റ് ചെയ്ത സ്ഥലമാണ്. അതുകൊണ്ടാണ് അതിലത്തെ അമൃതത്തിൻ്റെ ചില തുള്ളികൾ അതിൽ വീഴുക, കാരണം അത് നശിക്കില്ല. ഇങ്ങനൊക്കെ മനസ്സിലാക്കിയിട്ട് കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന എന്ന് ജപിച്ചാൽ ആ കൃഷ്ണൻ മോക്ഷം തരാൻ തയ്യാറായിട്ട് നമ്മളെ പരിപാലിക്കും. ഇതാണ് ഇതിൻ്റെ അന്തരംഗം. അപ്പോൾ യദ്വൈ വ്രജേ വ്രജപശൂൻ വിശദോയപീധാൻ പാലാംസ്തജീവദയനുഗ്രഹദൃഷ്ടിവിഷ്ട്യാം തശുദ്ധയോ അതിവിഷവീര്യവിലോലജിഹ്വാമുച്ചാടയിഷ്യദുരകം ഉരകം വിഹരൻ ഹൃദിന്യാം. വ്രജത്തിൽ വിഷജലപാനം ചെയ്ത ഗോകുലത്തിലുള്ള പശുക്കളെയും പാലന്മാരെയും പാലകന്മാരെന്ന് അറിയാമല്ലേ, പാലകന്മാരാക്കുക നമുക്ക്. പാലകന്മാരെയും അനുഗ്രഹിക രൂപമായ ദൃഷ്ടിവർഷം കൊണ്ടെന്നാ ഭഗവാൻ അവരേനെയൊക്കെ ഒന്ന് തൃക്കൺ പാർത്തപ്പോൾ തന്നെ ആ വിഷമൊക്കെ മാറി. അതുകൊണ്ട് ദൃഷ്ടിവർഷം കൊണ്ട് ജീവിപ്പിച്ചു എന്നതും തശുദ്ധയെ തന്നെയാണ് വാക്ക്. തത് ശുദ്ധയെ, ഞാനൊന്ന് കറക്റ്റ് ചെയ്യാം. തത് ശുദ്ധയെ എവിടെ അത് വരിക? മൂന്നാമത്തെ വരിയിൽ തത് ശുദ്ധയെ അതിവിഷവീരവിലോല ജിഹ്വാം, അത് കറക്റ്റ് ചെയ്തു. അപ്പം എന്തായി? ഗോകുലത്തിലുള്ള പശുക്കളെയും പാലകന്മാരെയും അനുഗ്രഹരൂപമായ ദൃഷ്ടിവർഷം കൊണ്ട് ജീവിപ്പിച്ചു എന്നതും ആ ജലശുദ്ധിക്കായി കൊണ്ട് ഹൃദത്തിൽ ക്രീഡിക്കുന്നവനായിട്ട് അതിവിഷ ശക്തിയോടുകൂടെ ഇളകിയ ജിഹ്വയോടുകൂടിയ സർപ്പത്തെ ഉച്ചാടനം ചെയ്യിപ്പിച്ചു എന്നതും ഭവിക്കത്തക്കതല്ല. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക് 6-7 വയസ്സായിട്ടൊരു കുട്ടി എന്നുള്ള നിലയ്ക്ക് നടക്കുന്ന കാര്യമല്ല. അത് ഈശ്വരാംശാവകാരനാണ്. ഇതറിഞ്ഞ് പഠിച്ചാൽ നമുക്ക് സംശയം ഉണ്ടാവുമോ? ഇപ്പോൾ ഒരു ലേമാൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഇത് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ നമുക്ക് പറയണം, ഇത് എക്സ്ക്ലൂസീവ്ലി ഡിവൈൻ ആക്ടിവിറ്റിയാണ്. നമ്മൾ നമ്മുടെ സഹജമായ ബുദ്ധി കൂടെ മനസ്സിലാക്കേണ്ടതല്ല. നമ്മുടെ സഹജമായ ബുദ്ധി വൈകുന്നേരമായ കള്ളു കുടിക്കണം, മാംസം കഴിക്കണം, അല്ലേ, ഡാൻസ് കളിക്കണം, പേക്കൂത്ത് കാട്ടണം, ഇത്രയൊക്കെ തന്നെ നമുക്കറിയുള്ളൂ. അങ്ങനെയല്ല, അതിൻ്റെ അപ്പുറം ഒരു അറിവുണ്ട്.
എന്തിനാണ് ജന്മം കിട്ടണത്? മനുഷ്യജന്മം എന്തിനാണ് കിട്ടുന്നത്? വൃഥാ കളയാനല്ല. ഈ ശരീരം സ്വയം നശിക്കുന്ന ശരീരം നശിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ധർമാർത്ഥ കാമ മോക്ഷപ്രാപ്തിക്ക് ഉതകുന്ന കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ആ ജലശുദ്ധിക്കായിക്കൊണ്ട് ഹൃദയത്തിൽ ക്രീഡിക്കുന്നവനായിട്ട് അതിവിഷയശക്തിയോടുകൂടെ ഇളകിയ ജിഹയോടുകൂടിയ ആ സർപ്പത്തെ, കാളിയനെ ഉച്ചാടനം ചെയ്യിപ്പിച്ചു എന്നതും ഭവിക്കത്തക്കതല്ല എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം നോക്കിക്കോളും. വ്രജത്തിൽ വസിക്കുമ്പോൾ വിഷം കലർന്ന ജലത്തെ പാനം ചെയ്ത് പശുക്കളെയും പശുപാലകന്മാരെയും, ഞാനത് കറക്റ്റ് ചെയ്തത് ശരിയാണ്, പശുപാലകന്മാരെന്നാണ്. ഇവിടെയാണ് എനിക്ക് എൻ്റെ ഗുരുനാഥനോടുള്ള താല്പര്യം. ഗുരുനാഥൻ എന്താ പറഞ്ഞത്? ഒരു വാക്ക് വായിച്ചാൽ അർത്ഥം കിട്ടിയാൽ പ്രൊസീഡ്, അല്ലെങ്കിൽ ആ വാക്കിനെ പരിശോധിക്കണം. ഞാനൊരു മലയാളം പണ്ഡിറ്റോ ഒരു സംസ്കൃതം പണ്ഡിറ്റോ അല്ല. അദ്ദേഹത്തിൻ്റെ, എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എനിക്കാരാ? പരംഗുരുവാണ്. സാധാരണ മനുഷ്യ ശരീരത്തിലുള്ള ആളാണെങ്കിലും ഞാൻ അദ്ദേഹത്തിനെ പരംഗുരുവായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ആ ഒരു ഉണർവ് എനിക്ക് കിട്ടിയുമ്പോൾ എനിക്കുള്ളൊരു സന്തോഷം. ഇനിയിപ്പോൾ ഇത് മാത്രമല്ല, തുളസീദളം ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് തുടങ്ങി, ശരിയാ. അത് കഴിഞ്ഞിട്ടൊരു 4 മാസം കഴിഞ്ഞപ്പോൾ വേറൊരു കൂട്ടർ എൻ്റെ നാട്ടിലുള്ളവർക്ക് ക്ലാസ് തന്നെ എടുക്കണം, ക്ലാസ് എടുക്കുകയാണിപ്പോൾ. അപ്പോൾ എനിക്ക് ഇത് എളുപ്പമായി. നിങ്ങൾക്ക് വേണ്ടി പറയുമ്പോൾ ഞാൻ ഈ അക്ഷരങ്ങൾ കറക്റ്റ് ചെയ്യുമ്പോൾ ഒരു 3 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ അവർ നിങ്ങളെ സൂപ്പർസീഡ് ചെയ്യും. കാരണം ഇവിടെ ഒരു 30 മിനിറ്റ് 35 മിനിറ്റിലും മീതെ ഇത് സംഭവിക്കണില്ല. അവിടെ അങ്ങനെയല്ല, മിനിമം 1.5 മണിക്കൂർ ക്ലാസ്സാണ്. അപ്പോൾ ഇവിടുത്തെ 1:3 പോവും. അപ്പോൾ തുളസീദളം ഗ്രൂപ്പിന് പറയണതിനെ ഞാൻ സൂപ്പർസീഡ് ചെയ്ത് അവർക്ക് വേണ്ടി പറയുമ്പോൾ ഞാൻ കറക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉപകാരമാവും. പ്രശ്നമില്ലേ? അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്താ, മൂന്നാമതൊരാൾ വന്നിട്ട് പറയാണ് ഭാഗവതം മൂലം പറഞ്ഞു തരുമോ ചോദിച്ചാൽ ഒരാളാണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും. എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ പറഞ്ഞു കൊടുക്കും. കാരണം എന്താ, ഇത് എൻ്റെ ഒരു നിയോഗമാണ്. എന്തതിൽ ലാഭം? ഈശ്വരൻ്റെ മഹിമ എനിക്ക് പറയാൻ കിട്ടുന്ന സന്ദർഭം ഞാൻ കളയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, പശുപാലകന്മാരെയും അനുഗ്രഹിക്കുന്നതായ നോട്ടമാകുന്ന അമൃതവർഷത്താൽ ഭഗവാൻ ഒന്ന് തൃക്കൺ പാർത്താൽ അതെന്തായി മാറി? അമൃതവർഷത്താൽ ജീവിപ്പിക്കുക എന്നതും യമുനാ നദിയിലെ ജലം ശുദ്ധമാക്കേണ്ടതിനായി വർദ്ധിച്ച വിഷവീര്യം കൊണ്ട് ഇളകിയ നാവോടുകൂടിയ സർപ്പത്തെ, അതായത് കാളിയനെ, ലീലയാ അവിടെ നിന്ന് ഓട്ടിക്കുക എന്നതും ശ്രീകൃഷ്ണൻ ഭഗവത് അവതാരമല്ലായിരുന്നുവെങ്കിൽ സംഭവിക്കത്തക്കതല്ല. ആലോചിച്ച് നോക്കണം ഓരോ കാര്യങ്ങളും. അപ്പം ഇത് നമ്മൾ സ്വതസിദ്ധമായ രീതിയിൽ ആഖ്യാനം വായിച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ അപഹാസ്യരാകും. എനിക്കുള്ള ദണ്ണം എന്താ, എൻ്റെ സഹോദരന്മാർ ഈ ആഖ്യാനം വായിച്ചിട്ട് നിവർന്ന് നിൽക്കണം. ആരുടെയും മുമ്പിൽ തല തല കുനിക്കേണ്ട ആവശ്യമില്ല. അതിന് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ ആഖ്യാനം പഠിക്കുന്ന വേണം. മനസ്സിലായില്ലേ? ഇനി 29ാമത്തെ ശ്ലോകം. തത്കർമ്മ ദിവ്യമിവയന്നിഷി നിശ്ചയാനം ധാവാഗ്നിനാ സുജീവനേ പരിദഹ്യമാനേ ഉന്മേഷതി വ്രജമതോ അവസിതാന്തകാലം നേത്രേ പിധായ സബലോ അനധിഗമ്യ വീര്യാം തൽകർമ്മ ദിവ്യം ഇവയന്നിഷി നിശ്ചയാനം ധാവാഗ്നിനാ ശുചിവനേ പരിദഹ്യമാനേ ഉന്മേഷതി വ്രജമതോ അവസിതാന്തകാലം നേത്രേ വിധായ സബലോ അനധിഗമ്യ വീര്യാം. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, കാട്ടുതീയിനാൽ ഗ്രീഷ്മകാലത്തിലെ വനം 4 പാടും ദഹിപ്പിക്കപ്പെട്ടിരിക്കുമ്പോൾ ഇതുകൊണ്ട് തന്നെ നിശ്ചയിക്കപ്പെട്ട അവസാന കാലത്തോടു കൂടിയതും രാത്രിയിൽ നന്നായി ശയിക്കുന്നതുമായ വ്രജത്തെ
അറിയപ്പെടുവാൻ കഴിയാത്ത പരാക്രമത്തോടു കൂടിയവനും ബലരാമസഹിതനുമായ കൃഷ്ണൻ കണ്ണുകളെ അടപ്പിച്ചിട്ട് ഉദ്ധരിക്കും ആ പ്രവൃത്തി അലൗകികം തന്നെ. എന്താ ഇപ്പോൾ മനസ്സിലായത്? ഈ കാളിയനെ പറഞ്ഞയച്ച ശേഷം അവർ അന്നത്തെ ദിവസം അവിടെ തന്നെ വിശ്രമിച്ചു. അവിടെ ഒരു കാട്ടുതീ ഉണ്ടായി. കാട്ടുതീ ഉണ്ടായപ്പോൾ എല്ലാവരും കൃഷ്ണ കൃഷ്ണ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു എല്ലാവരും കണ്ണടയ്ക്കെന്ന് പറഞ്ഞു. തുറന്നോളൂ എന്ന് പറഞ്ഞു. തുറന്നു നോക്കുമ്പോൾ എന്താ? കാട്ടുതീ ഇല്ല. കാട്ടുതീനെ അദ്ദേഹം കഴിച്ചു എന്നാണ്, പാനം ചെയ്തു എന്നാണ്. അതും ഒരു സാധാരണ കുട്ടിക്ക് ചെയ്യാൻ പറ്റിയതല്ല. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണാവതാരമായ ശ്രീകൃഷ്ണൻ മാത്രം ചെയ്യപ്പെട്ടതാണ്. ഏതുപോലെ ലങ്കയിലേക്ക് ചിറകെട്ടിക്കടന്ന് വാനരന്മാരെയും കൂട്ടി പോയി ദശകന്ധരനെ വധിച്ച് സീതേനെ അഗ്നിപ്രവേശം ചെയ്യിപ്പിച്ച് രാവണൻ്റെ പുഷ്പക വിമാനത്തിൽ അയോധ്യയിലേക്ക് വന്ന അത് സാധാരണ രാജകുമാരനല്ല, അതും ഒരു പൂർണ്ണാവതാരാണ്. ഇതറിയണം. ഇതറിയുമ്പോഴാണ് ഞെളിഞ്ഞ് നിൽക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയുന്നുണ്ട് ഇവിടെ. എന്താ? കാളിയനെ യമുനയിൽ നിന്ന് ദൂരത്താക്കിയ ആ ദിവസം രാത്രി മുഞ്ചാടവിയിൽ അപ്പോൾ ഞാൻ അടപ്പിച്ചിട്ട് ഉദ്ധരിക്കും ആ കർമ്മം പ്രവൃത്തി ദിവ്യം അലൗകികം തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയാണ് അതിൻ്റെ ഭാവാർത്ഥം. കാളിയനെ യമുനയിൽ നിന്ന് ദൂരത്താക്കിയ ഞാൻ എൻ്റെ എന്താണെന്നാ പറയുക, വർദ്ധിച്ച് വരുന്ന എന്താ മലയാള പദം കിട്ടുക, ആകാംക്ഷ ഞാനങ്ങോട്ട് പറഞ്ഞു പോയതാ. ഇത് വായിക്കാതെ ഉണ്ട്. ഏറെക്കുറെ കാര്യം എനിക്കറിയാം, അത് വെച്ച് തട്ടിയെന്ന് മാത്രം. ഇനി അങ്ങനെ സമാധാനിക്കേണ്ട. സമയത്തിനെ ബഹുമാനിച്ചും കൊണ്ട് ശരിക്കുള്ള ഇത് പറയാം, ഭാവാർത്ഥം പറയാം. എന്താ അത്? കാളിയനെ യമുനയിൽ നിന്ന് ദൂരത്താക്കിയ ആ ദിവസം രാത്രി മുഞ്ചാടവിയിൽ എല്ലാവരും ഏറ്റവും ദൃഢമായി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഗ്രീഷ്മകാലത്തിൽ ശുഷ്കിച്ചിരിക്കുന്ന കാട്ടിൽ കാട്ടുതീ പിടിപ്പെട്ടു. 4 ഭാഗത്തും ഒരേ സമയത്ത് അഗ്നി പിടികൂടി. അപ്പോൾ ഉണർന്നവരായ ഗോപന്മാർ അതുതന്നെ അവരുടെ അവസാന കാലമെന്ന് കരുതി പരിഭ്രമിച്ചപ്പോൾ അറിയപ്പെടുവാൻ കഴിയാത്ത ബലവീര്യത്തോടു കൂടിയ, കാരണം നമ്മൾക്ക് ഈശ്വരൻ്റെ ബലവീര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇറ്റ് ഈസ് ബിയോണ്ട് അവർ ലിമിറ്റ്. മനസ്സിലായില്ലേ? ത്തോടുകൂടിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ ബലരാമസഹിതനായിട്ട് ഗോപന്മാരോട് കണ്ണടയ്ക്കുവാൻ പറയുകയും ഉടനെ അവരെ ആ ആപത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. ആ പ്രവൃത്തി അലൗകികം തന്നെ, ലൗകികമല്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഭഗവാന്റെ, അതാണ് പറഞ്ഞത്, സാധാരണ മനുഷ്യദൃഷ്ടിയിൽ കൂടി നമ്മൾക്ക് ഇത് ഇത് കണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഭഗവാനോട് അഭ്യർത്ഥിക്കണം, എനിക്ക് വിശേഷപ്പെട്ട ദിവ്യശക്തി തരണേ, എൻ്റെ ദൃഷ്ടിക്ക് ദിവ്യദൃഷ്ടി ഉണ്ടാക്കി തരണേ, എൻ്റെ മനസ്സ് അകക്കണ്ണിന് ദിവ്യദൃഷ്ടി തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോഴാണ് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അങ്ങനെയിരിക്കുന്ന ആ ഭഗവാന്റെ മറ്റുള്ളവർക്ക് പ്രിയത്തെ നൽകി ജീവിച്ചാൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാവുമെന്നുള്ള മഹത് വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ ആദർശ പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് വിരമിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.